ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഞാനിന്ന് ഒരു ദോശ, ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയുടെ പരിപാടിയിലാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് തരി, 1.5 കപ്പ് തരിയേക്കാളും കൂടുതൽ മൈദ വേണം. അതിന് അളവ് കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല, അത് എത്രയും വേണം. പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, ഇത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ക്യാരറ്റ് ക്രേപ്പ് ചെയ്ത്, ഇഞ്ചി. ഇതെല്ലാം എത്രയും കഴിയുന്ന ചെറുതായിരിക്കണം, കാരണം ദോശ ചുടുമ്പോൾ ചിലപ്പോൾ അത് വന്നില്ല എന്ന് വരും. അതുകൊണ്ട് എത്രയും ചെറുതായിട്ട് കിട്ടിയാൽ അത്. ഇതൊക്കെ ചേർന്നിട്ട് ഇപ്പം ഞാനത് ഒരു ബൗളിൽ തരി ഇതിലിടുന്നുണ്ട്. അതുപോലെ മൈദ ഇതിൽ ചേർക്കുക. ഇതിൻ്റെ പേര് റവാ ദോശ എന്നാണ്. ഇതിൻ്റെ കൂടെ പച്ചക്കറിയൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ്, കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് ദോശേൻ്റെ പരുവത്തിൽ ചേർക്കുക. നന്നായി ദോശേൻ്റെ കൂട്ട് പോലെ തന്നെ, ദോശേൻ്റെ അകത്ത് തന്നെ. ഇത് ഈ ദോശക്ക് കറി വേണമെന്നില്ല, ഇതിങ്ങനെ വെറുതെ ദോശ മാത്രം കഴിക്കാം. കറി വേണ്ടതാണ് കറി ഉപയോഗിക്കുക. ക്യാരറ്റ് ക്രേപ്പ് ചെയ്ത്, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, തക്കാളി, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഈ കൂട്ട് ഇങ്ങനെ ദോശേൻ്റെ പരുവത്തിലാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിലത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ഗ്യാസ് കത്തിച്ച് പാന് ചൂടാക്കുക. പാൻ നല്ല ചൂടായി കഴിഞ്ഞാൽ, ഫസ്റ്റിലേക്ക് ആയതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി. കുറച്ച് ഓയിൽ, ശരിക്കും നല്ല ചൂടാകാറുള്ളതാണ്. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ആയിട്ട് പ്ലേറ്റിലാക്കാം. കുറച്ച്
ഞാനിപ്പോൾ രണ്ടാമത്തെ ദോശയാണ്. അങ്ങനെ വേണ്ടുന്നത്ര ആവശ്യാനുസരിച്ച് ദോശ ചുട്ടെടുക്കാം. ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറി വേണമെന്നില്ല. അതിന് മാത്രമുള്ള ഒരു നമ്മൾ റവ ദോശ റെഡിയായി. ഈ ദോശ ചുടുമ്പോൾ ഫസ്റ്റ് കുറച്ച് ഹൈയിൽ വെക്കുക, പിന്നെ സിമ്മാക്കി വെച്ചിട്ട് വേണം. ഇതായി കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്, താമസം പിടിക്കും. ആയിക്കഴിഞ്ഞ് ഞാനിതിൽ വെറുതെ ക്യാരറ്റിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടെങ്കിൽ പച്ച മല്ലിച്ചപ്പ് മുറിച്ചിട്ടിടാം, കരിവേപ്പില ചപ്പും മുറിച്ചിടാം. ഇതൊരു നല്ലൊരു ഡിഷാണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഉടനെ തന്നെ ഞാൻ വേറെ ഒരു റെസിപ്പിയായിട്ട് തിരിച്ചു വരുന്നത്. ബൈ.